നമുക്ക് ഓണത്തിനും അതുപോലെ തന്നെ വരാക്കര പൂരത്തിനാണ് കേട്ടോ ഒരു പുതിയ ഉടുപ്പ് കിട്ടുക. പൂരം കാണാനായിട്ട് ഈ ഉടുപ്പ് ഇട്ടിട്ട് ഒരു പോക്കൊക്കെ ഉണ്ട്. എന്നിട്ട് പൂരം കാണോ അതുമില്ല. നമ്മുടെ ഉന്നം മുഴുവൻ അപ്പുറത്തുള്ള വളക്കടയിലായിരിക്കും. അച്ഛൻ്റെ കൈയും പിടിച്ച് വലിച്ചോണ്ട് പോയിട്ട് അവിടെയുള്ള കുപ്പിവളകളൊക്കെ മേടിച്ച് കയ്യിലിട്ടുകൊണ്ട് ആ വർഷം മുഴുവൻ കിലുക്കി കിലുക്കി നടക്കാറുണ്ട് കേട്ടോ. ആ കുപ്പിവളകളുടെ ഭംഗിയൊന്നും ഈ കാണുന്ന സംഭവങ്ങൾക്ക് ഇല്ലാന്നുണ്ടെങ്കിലും ആൻറ്റി ടെർണിഷ് മെറ്റീരിയലിൽ വരുന്ന കുറച്ച് വളകളാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് നിന്നും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ ഞാൻ മേടിച്ചതാണ്. കുറച്ചധികം ഉള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് പുതിയ ഉടുപ്പ്. ഇതെനിക്ക് ചേച്ചി അയച്ചു തന്നതാ. ഡീ പെണ്ണെ വീട്ടിൽ ഇത്തിരി വൃത്തിക്കും എനിക്കൊക്കെ നിൽക്ക് എന്ന് ചേച്ചി പറഞ്ഞപ്പോൾ എന്നാ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും. അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആയുർ ചാക്കമ്മ വീണ്ടും ചക്കയുണ്ടായി. അതൊക്കെ പൊളിച്ച് ശ്രീകുട്ടന് കൊടുത്തിട്ടുണ്ട്. ശ്രീകുട്ടൻ ഒരു ചക്കക്കുതിയനാ. വല്ലപ്പോഴൊക്കെ ഇത്തിരി മധുരമാവാല്ലേ. നമ്മൾ ഇന്ന് ഇത്തിരി അധികം മധുരത്തിലാണ് കേട്ടോ ഡിഷ് വിളമ്പുന്നത്. നമ്മൾ ബ്രെഡും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും നമ്മുടെ ക്രീമൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി സംഭവം. അപ്പം നമ്മൾ ക്രീമും അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്കും പിന്നെ നമ്മുടെ ഈ നാളികേരം ചിരകിയതുണ്ടല്ലോ, അത് നമുക്കിങ്ങനെ ഡെസിക്കേറ്റഡ് ആയിട്ട് മേടിക്കാൻ കിട്ടില്ലേ, അതും കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇതായി ഒരു പരുവത്തിലാക്കി വെച്ചിട്ട് ആദ്യത്തെ ലെയർ അത് ഇട്ട് കൊടുക്കുന്നു, രണ്ടാമത്തെ ലെയർ നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുക്കുന്നു, വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഫീഡിൽ കണ്ടിട്ടുള്ളതാണ് കേട്ടോ. നമ്മളെ അടിപൊളി നമ്മൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവരുന്ന ചോക്ലേറ്റ് ഒക്കെ കഴിക്കില്ലേ, ആ ഒരു ഫീലാണ് ഇതിന്. ഒരു 3-4 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം കിടുവാണ് കേട്ടോ. ഇനി എന്നോട് സത്യം പറയട്ടെ, ഇതിന്റെ റിസൾട്ട് കാണിച്ചു തരാനായിട്ട് സംഭവം ബാക്കിയുണ്ടായില്ല.